ഹായ് കുട്ടികളെ, നമുക്കിന്ന് പുതിയൊരു ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. EVS ആണ്, നമ്മുടെ UKG ക്ലാസ്സിൻ്റെയാണ്, എക്സ്പ്ലോറേഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്ലാന്റ് എന്നുള്ള ഇതാണ് ചാപ്റ്ററാണ് വരുന്നത്. നമുക്ക് നോക്കിയാലോ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, നമ്മുടെ ഒരു ചെടി, ഒരു പ്ലാന്റിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് എന്തൊക്കെ ഉണ്ടെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഇലകളുടെ പേരെന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കാമേ. ദ പ്ലാന്റ്സ് ഗ്രോ ഇൻ എ സീഡ്. ഒരു പ്ലാന്റ് എവിടെ നിന്നുമാണ് വരുന്നത്? ഒരു ചെറിയ സീഡിൽ നിന്നുമാണ് വരുന്നത് അല്ലേ. അപ്പോൾ പ്ലാന്റ്സ് ആർ ലിവിങ് തിങ്സ്. പ്ലാന്റ്സ് നമ്മളെപ്പോലെ തന്നെ ഒരു ലിവിങ് തിങ്സ് ആണ്. പ്ലാന്റ്സ് നീഡ് എയർ, സോയിൽ, വാട്ടർ ആൻഡ് സൺലൈറ്റ് ടു ഗ്രോ. അപ്പോൾ ഒരു പ്ലാന്റ്, ഒരു ചെടി വളരാൻ എന്തൊക്കെയാണ് ആവശ്യം? അതിനൊരു വായു, എയർ ആവശ്യമാണ്, സോയിൽ വേണം, വാട്ടർ വേണം, സൺലൈറ്റ് വേണം അല്ലേ അതിന് വളരാൻ. നമ്മളെപ്പോലൊക്കെ തന്നെ നമുക്ക് ഫുഡൊക്കെ വേണ്ടേ കഴിച്ചാലല്ലേ നമ്മൾ വളരുള്ളൂ, നിങ്ങളൊക്കെ. അപ്പോൾ അതേപോലെ തന്നെയാണ് പ്ലാന്റും. ബിഗ് പ്ലാന്റ്സ് ആർ കോൾഡ് ട്രീസ്. വലിയ പ്ലാന്റിനെ നമ്മൾ എന്തെന്നാ പറയുക? ട്രീസ് അല്ലേ. അപ്പോൾ ട്രീസ് എന്നാണ് നമ്മൾ വലിയ പ്ലാന്റിനെ പറയുക. നോക്കിക്കേ, എ പ്ലാന്റ് ഗ്രോസ് ഫ്രം എ സീഡ്. പ്ലാന്റ്സ് ആർ ലിവിങ് തിങ്സ്. പ്ലാന്റ്സ് നീഡ് എയർ, സോയിൽ, വാട്ടർ ആൻഡ് സൺലൈറ്റ് ടു ഗ്രോ. ബിഗ് പ്ലാന്റ്സ് ആർ കോൾഡ് ട്രീസ്. അപ്പോൾ ഒരു പ്ലാന്റിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ലീഫ്. അപ്പോൾ ഈ ഇലകളിനെ നമ്മൾ എന്തെന്നാണ് പറയുക? ലീഫ് അല്ലേ, ലീഫ്. നെക്സ്റ്റ് നോക്കിയേ, ഫ്രൂട്ട്സ്. ഫ്രൂട്ട് എന്താണ്? നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഫ്രൂട്ടാണ്. നെക്സ്റ്റ് എന്താണ്? പൂക്കളുണ്ടല്ലേ, പൂക്കളിന് എന്താണ് നമ്മൾ പറയുക? ഫ്ലവർ. എന്താണ്? ഫ്ലവർ. നെക്സ്റ്റ് അതിന് തണ്ടുണ്ടല്ലേ, സ്റ്റെം. അപ്പോൾ എന്താണത്? സ്റ്റെം. ലീഫ്, ഫ്രൂട്ട്, ഫ്ലവർ, സ്റ്റെം. അപ്പോൾ ലാസ്റ്റിൽ എന്താണ് വരിക? വേരുകളുണ്ടല്ലേ. അപ്പോൾ വേരുകളിനെ നമ്മൾ എന്തെന്നാ പറയുക? റൂട്ട്. അപ്പോൾ അതിനെ നമ്മൾ റൂട്ട് എന്നാണ് പറയുക. അപ്പോൾ ഈ പ്ലാന്റിനകത്ത് നമുക്ക് ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ പാർട്ടുകളുടെ പേരെന്തൊക്കെയാണ്? ലീഫ്, ഫ്രൂട്ട്, ഫ്ലവർ, സ്റ്റെം ആൻഡ് റൂട്ട്. ഓക്കെ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ്. ഏതൊക്കെ തരത്തിലുള്ള പ്ലാന്റുകളുണ്ടെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ദ വേൾഡ് ഈസ് ഗ്രീൻ ബിക്കോസ് പ്ലാന്റ്സ് ആർ എവരിവെയർ. ലോകം മുഴുവൻ ഏത് നിറത്തിലാണ് വരിക? നമ്മൾ നോക്കുമ്പോൾ പച്ച നിറമാണല്ലേ. എന്തുകൊണ്ടാണ്? പ്ലാന്റുകൾ നിറയെ ഉണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ആർ ലിവിങ് തിങ്സ്. ഞാൻ പറഞ്ഞായിരുന്നു ആദ്യമേ, പ്ലാന്റ്സ് ലിവിങ് തിങ്സ് ആണ്. മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ഗ്രോ ഓൺ ലാൻഡ്. കൂടുതൽ മരങ്ങളും അല്ലെങ്കിൽ ചെടികളും എവിടെയാണ് വളരുന്നത്? ഭൂമിയിലാണ് അല്ലേ, ലാൻഡിലാണ്. സം പ്ലാന്റ്സ് ഗ്രോ ഇൻ വാട്ടർ. എന്നാൽ അതോടൊപ്പം തന്നെ ചില പ്ലാന്റുകൾ വെള്ളത്തിലും വളരുന്നുണ്ട്. പ്ലാന്റ്സ് ആർ വെരി യൂസ്ഫുൾ ടു അസ്. പ്ലാന്റുകൾ നമുക്ക് ഒരുപാട് ഉപകാരമുള്ളതാണ് അല്ലേ. സം പ്ലാന്റ്സ് ആർ ബിഗ് ആൻഡ് സ്ട്രോങ്. ചില പ്ലാന്റുകൾ വളരെ വലുതും സ്ട്രോങ്ങുമാണ്. സം പ്ലാന്റ്സ് ആർ സ്മോൾ ആൻഡ് വീക്ക്. ചിലത് ചെറുതുമായിരിക്കും, വീക്കുമായിരിക്കും. അപ്പം നോക്കി നമുക്കൊന്നും കൂടെ റീഡ് ചെയ്താലോ. ദ വേൾഡ് ഈസ് ഗ്രീൻ ബിക്കോസ് plants are everywhere. Plants are living things. Most of the plants grow on land. Some plants grow in water. Plants are very useful to us. Some plants are big and strong. Some plants are small and weak. നോക്കിക്കേ, നെക്സ്റ്റ് എന്താണ്? ബിഗ് പ്ലാന്റ്സ്. ഞാൻ പറഞ്ഞായിരുന്നു വലിയ മരങ്ങളുമുണ്ട്. അപ്പോൾ വലിയ മരങ്ങൾ എന്തെന്നാണ് നമ്മൾ പറയുക? ബിഗ് പ്ലാന്റ്സ്. അപ്പം നോക്കി, ട്രീസ് ആർ ബിഗ് ആൻഡ് സ്ട്രോങ്. അപ്പം വലിയ മരങ്ങൾ പൊതുവായിട്ട് എന്ത് പേരാണ് പറയുക? ട്രീസ്. അപ്പോൾ ഈ ട്രീസ് എങ്ങനെയുള്ളതാണ്? വലുതുമാണ്, വളരെ സ്ട്രോങ്ങും ആയിരിക്കും അല്ലേ. ദേ ഗീവ് ആസ് ഫ്രൂട്ട്. വലിയ മരങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? ഫ്രൂട്ട്സ് ആൻഡ് ഷെയ്ഡ് ആൻഡ് വുഡ്. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് നടന്നു വരിക എന്ന് വെച്ചു. അപ്പോൾ നടന്നു വരിക, നമ്മൾക്ക് ക്ഷീണം ഉണ്ടാവും അല്ലേ വെയിലടിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എവിടെയെങ്കിലും മരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ചുവട്ടിലോട്ട് മാറി നിൽക്കില്ലേ, കുറച്ച് തണലുണ്ടാകാൻ വേണ്ടി. അപ്പോൾ ഈ തണൽ എവിടെ നിന്നാണ് വരിക? വലിയ മരങ്ങളുടെ ചുവട്ടിലാണ് നമുക്ക് തണൽ ലഭിക്കുന്നത് അല്ലേ. അതോടൊപ്പം തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും മരങ്ങളുടെ വിറക്, വുഡ് കൊണ്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ മരങ്ങൾ നമുക്ക് ഒരുപാട് യൂസേജാണ് നൽകുന്നത്, അതായത് യൂസ്ഫുള്ളുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് കിട്ടുക? ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്, ഷെയ്ഡ് കിട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ വുഡും കിട്ടുന്നുണ്ട്. എ ട്രീസ് ഹാസ് എ സ്ട്രോങ് സ്റ്റെം കോൾഡ് ട്രങ്ക്. നോക്കിക്കേ, വലിയ മരങ്ങൾ, നമ്മുടെ വീട്ടിൽ മാവ്, പ്ലാവൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതേപോലെയുള്ള മരങ്ങളുടെ സ്റ്റെമ്മ് വലിയതായിരിക്കും അല്ലേ, വലിയ തടിയാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്നാണ് പറയുക? ട്രങ്ക്. ഓക്കെ. നോക്കി, ദീസ് ഈസ് ദ ട്രീസ്. നോക്കിയേ, മാംഗോ ട്രീ, നീം ട്രീ, നെക്സ്റ്റ് എന്താണ്? കോക്കനട്ട് ട്രീ ആൻഡ് ജാക്ക് ഫ്രൂട്ട് ട്രീ. ഇതൊക്കെ നമ്മളുടെ വീടുകളിലുണ്ട് അല്ലേ. മാംഗോ ട്രീ ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല, എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ. മാംഗോ, നീം, കോക്കനട്ട്, ജാക്ക് ഫ്രൂട്ട് അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള മരങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചതിപ്പോൾ വലിയ മരങ്ങളെ പറ്റിയാണ്, ട്രീസിനെ പറ്റിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ സ്മോൾ പ്ലാന്റ്സും ഉണ്ട് അല്ലേ, ചെറിയ ചെടികളുമുണ്ട്. നോക്കി,
സ്മോൾ പ്ലാന്റിന് നമ്മൾ എന്തെന്നാ പറയുക? ഷാപ്പ്, ഹെർബ്, ക്ലൈംബേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ് ആർ സ്മോൾ പ്ലാന്റ്. അപ്പോൾ ചെറിയ മരങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെടികളെ നമ്മൾ എന്തെന്നാണ് പറയുക? ഷെർബ്സ് എന്ന് പറയാറുണ്ട്. ഹെർബ്, ക്ലൈംബേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ്, ഇതെല്ലാം തന്നെ സ്മോൾ പ്ലാന്റ് ആണ്. അതിനകത്ത് ഫസ്റ്റിൽ ഷബ്സ് ആണ്. ഷബ്സിനകത്ത് നോക്കി, ഇതെന്താണ് പറയുക? ഷബ്സ് ഹാവ് എ സ്മോൾ തിൻ ഹാർഡ് വുഡി സ്റ്റെം. എക്സാമ്പിൾ ഹിബിക്കസ്. നോക്കി, ഹിബിക്കസ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിലുണ്ട് അല്ലേ? ചെമ്പരത്തി എല്ലാവരുടെയും വീടുകളിലില്ലേ? ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അതെങ്ങനെയായിരിക്കും? ചെറുതായിരിക്കും, കട്ടി കുറഞ്ഞതായിരിക്കും, എന്നാൽ അതിന് നല്ല കട്ടിയും, അതായത് തിന്നായിരിക്കും. അതായത് കനം കുറഞ്ഞതാണെങ്കിൽ അതിന് ഇച്ചിരി ബലമൊക്കെ ഉണ്ട് അല്ലേ? വുഡി സ്റ്റെംസ് ആണ്. അപ്പോൾ അതാണ് ഷെർബ്സ്. നെക്സ്റ്റ് എന്താണ്? ഹെർബ്സിനകത്ത് നോക്കി, ഹെർബിൻ്റെ സ്റ്റെംസ് എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും, ഗ്രീൻ കളറായിരിക്കും, കട്ടി കുറഞ്ഞതും ആയിരിക്കും. അതായത് ചെറിയതൊക്കെ ഈ പാലക്ക്, മല്ലി, അതൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ തന്നെയാണ്. എക്സാമ്പിൾ സ്പിനാച്ച്, ചീര. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഹെർബ്. നെക്സ്റ്റ് എന്താണ്? ക്ലൈംബേഴ്സ് വീക്ക് സ്റ്റെമ്മാണ്. അതോടൊപ്പം തന്നെ അതിനെ നിലനിൽക്കണമെങ്കിൽ ദേ നീഡ് സപ്പോർട്ട് അനദർ പ്ലാന്റ് ഓർ സ്റ്റിക്സ് ഓൺ ടു സ്റ്റാൻഡ്. അപ്പോൾ ക്ലൈംബേഴ്സിന് നിൽക്കണമെങ്കിൽ ഇതൊക്കെ ഇതേപോലെ പന്തലിട്ട് കൊടുത്താൽ അതിൻ്റെ കമ്പിലാണ് അത് പടർന്ന് ഇങ്ങനെ നിൽക്കുക. അതിന് തനിയെ നിൽക്കാനുള്ള കഴിവുണ്ടാവില്ല. ഉദാഹരണം ഗ്രേവനി, മുന്തിരി വള്ളികളൊക്കെ അങ്ങനെയല്ലേ പടർന്നല്ലേ നിൽക്കുക. അപ്പോൾ അതാണ് ക്ലൈംബേഴ്സ്. നെക്സ്റ്റ് എന്താണ്? ക്രീപ്പേഴ്സ് നോക്കിക്കേ. ക്രീപ്പേഴ്സ് ഹാവ് എ വീക്ക് സ്റ്റെംസ് ആൻഡ് ക്രൗൾ അലോങ് ദ ഗ്രൗണ്ട്. എക്സാമ്പിൾ പംകിൻ. ഈ പംകിൻ മത്തങ്ങ ഉണ്ടാവില്ലേ? അപ്പോൾ ഇതൊക്കെ പടന്നാണോ നിൽക്കുക? പടന്നാണ്, പക്ഷേ പന്തലിലല്ല. അതായത് മണ്ണിനോട് ചേർന്ന് മണ്ണിലാണ് പടർന്ന് നിൽക്കുക. അപ്പോൾ അതാണ് ക്രീപ്പേഴ്സ്. നെക്സ്റ്റ് എന്താണ്? ലാസ്റ്റ്ലി നമ്മൾ പഠിക്കുന്നത് വാട്ടർ പ്ലാന്റ്സ് ആണ്. വാട്ടർ പ്ലാന്റ്സിനകത്ത് നോക്കിക്കേ, ദേ ആർ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ. നോക്കി, ഈ വാട്ടർ പ്ലാന്റുകൾ എപ്പോഴും വെള്ളത്തിലായിരിക്കും. എക്സാമ്പിൾ വാട്ടർ ലില്ലി. നോക്കിയേ, ആമ്പലും താമരയൊക്കെ എവിടെയാണ്? വെള്ളത്തിനകത്താണ് വളരുന്നത്. വെള്ളത്തിന് പുറത്താണോ? അല്ല, വെള്ളത്തിനകത്താണ്. അമ്പലക്കുളം അല്ലെ താമരക്കുളം എന്നൊക്കെ നമ്മൾ അമ്പലക്കുളത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതേപോലെയാണ് വെള്ളത്തിനകത്താണ് ഈ വാട്ടർ പ്ലാന്റ്സുകൾ വളരുന്നത്. അപ്പോൾ സ്മോൾ പ്ലാന്റ്സ് എന്തൊക്കെയാണ്? ഹെർബ്സ്, ക്ലൈംബേഴ്സ്, ക്രീപ്പേഴ്സ് ആൻഡ് വാട്ടർ പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ട്, നമുക്ക് അതുകൂടെ നോക്കാം. അപ്പോൾ നോക്കിക്കേ, മച്ച് ദ ഫ്രൂട്ട്, വെജിറ്റബിൾസ് ആൻഡ് ഫ്ലവർ ടു റെസ്പെക്റ്റ് പ്ലാന്റ്. അതായത് ഈ ഫ്രൂട്ടിനോട് ചേരുന്ന വെജിറ്റബിളോ അല്ലെങ്കിൽ ഫ്ലവറോ ഉണ്ടെങ്കിൽ ആ പ്ലാന്റിനോട് നമ്മൾ യോജിപ്പിക്കണം. നോക്കിക്കേ, ഇതെന്താണ്? കോക്കനട്ട് അല്ലേ? അപ്പോൾ ഇതൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഈ കോക്കനട്ട് എവിടെയാണ് വരിക? നോക്കിക്കേ, മത്തച്ചെടിയുണ്ട്, പംകിന്. അപ്പോൾ നോക്കി, ഇതാണ് അല്ലേ? അപ്പോൾ കോക്കനട്ട് പ്ലാന്റ്. അപ്പോൾ ഇതുമാണ്. ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? ജാക്ക് ഫ്രൂട്ട്. അപ്പോൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ഏതാണ്? ഇതാണല്ലേ? അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് പംകിൻ്റെ ഫോട്ടോ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനോട് ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ഇതെന്താണ്? ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് അല്ലേ? വാട്ടർ പ്ലാന്റ് എവിടെയാണ് വരിക? ഇവിടെ വാട്ടർ പ്ലാന്റ്സ്. നെക്സ്റ്റ് ചെമ്പരത്തി, ഹിബിക്കസ്. ഇതെന്താണ്? നമ്മുടെ ഹെർബ്സ് ആണ്. അപ്പോൾ ഇത് ഓക്കെ. അപ്പോൾ ഇങ്ങനെ യോജിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്